വിചാരം ചെയ്യാത്തവനെ സംബന്ധിച്ച് എത്ര ജന്മം കിട്ടിയിട്ടും കാര്യമില്ല. വിചാരം ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്. അടി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഉറപ്പല്ല ജീവിതത്തിൽ എത്ര, പക്ഷെ വിലയിരുത്താൻ കഴിയണം. വിലയിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതെ, അതൊരു കാര്യം ഉറപ്പാണ്. പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ഒരു കൊണ്ട് ചാടി എന്ന് പറഞ്ഞാൽ ഞാനും ചാടിയിട്ട് അനുഭവിക്കാമെന്ന് വിചാരിക്കുന്നതിനെക്കാട്ടും നല്ലത് അഴിമാറി പോവുകയാണല്ലോ. ഏതായാലും ചെയ്ത കർമ്മഫലം എന്തായാലും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ കർമ്മം തിരുത്താനേ പറ്റുള്ളൂ, ഫലത്തെ തിരുത്താൻ പറ്റില്ല. ഏതായാലും ഇവിടെ പറയുന്നതാണ്, മുണ്ടകോപനിഷത്തിനെ ഉദ്ധരിക്കുന്നുണ്ട്. മുണ്ടകോപനിഷത്ത് 2-ാം മുണ്ടകം 1-ാം ഖണ്ഡം 2-ാം മന്ത്രത്തിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട്: പ്രാണനോ മനസ്സോ ഇല്ലാത്തവനാണ് ആത്മാവ്. ആത്മാവിനെ നമ്മളെ ശരീരവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെ ഒഴിവാക്കി തരികയാണ് ഇവിടെ ചെയ്യുന്നത്. ആത്മാവിന് പ്രാണനില്ല. പ്രാണൻ ഉണ്ടെങ്കിൽ എന്തുണ്ട്? ജീവനായി. അപ്പോൾ ബാക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ ജീവനും ആത്മാവും രണ്ടും രണ്ടാണ്. ജീവൻ്റെ സംസ്കാരം അനുസരിച്ചാണ് ഇപ്പോൾ ഇനിയും ജനിക്കുന്നതും ഒക്കെ. പക്ഷെ ആത്മാവിന് ജനനമില്ല, മരണമില്ല. ആത്മാവാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പറയുകയാണ്, പ്രാണനോ മനസ്സോ ഇല്ലാത്തവനാണ് ആത്മാവ്, കളങ്കരഹിതനാണ്. ആത്മാവിന് ഒരു കളങ്കവും ഏൽക്കണില്ല, ഒരു ചളി ഏൽക്കണില്ല ആത്മാവിന്. പിന്നെന്താ ഉള്ളത്? ഈ ആത്മാവ് അസംഗനാണ്, ഒന്നുമായി ഒരു സംഘവും ഇല്ലാത്തവനാണ്. ഇതാണ് ബൃഹദാരണ്യകം പറയുന്നത്. 15-ാം മന്ത്രത്തിൽ പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണ്: ബ്രഹ്മസ്വരൂപമായ മോക്ഷത്തിൻ്റെ നൈഷ്കർമ്മ്യ സ്വഭാവം ശ്രുതിയിൽ സർവത്ര പ്രസിദ്ധമാണ്. അതുകൊണ്ട് അനുഷ്ഠാന രൂപത്തിലുള്ള കർമ്മം കൊണ്ട് നേടാവുന്ന ഫലങ്ങളിൽ നിന്നെല്ലാം ഭിന്നമാണ് മോക്ഷം. നമ്മൾ ഈ അനുഷ്ഠിക്കുന്ന ജപമായാലും അതുപോലെ തന്നെ ശാസ്ത്ര പഠനമായാലും ഇതൊന്നും ആത്മാവുമായിട്ടൊരു ബന്ധമില്ല. ഇതൊക്കെ ആരെ നേരെയാക്കാനാണ്? ജീവൻ്റെ സംസ്കാരത്തെ നേരെയാക്കിയെടുക്കാൻ. അപ്പോൾ ജീവൻ്റെ സംസ്കാരമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അടുത്ത ജന്മത്തിലെങ്കിലും നേരെ ആവാൻ വേണ്ടിയാണ് ശാസ്ത്രബോധമുള്ളത്. അതെ അതെ അതെ, അതാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ശ്രുതിയിൽ സർവത്ര ഇത് പ്രസിദ്ധമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് വേണം? അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യണം. എന്ത് അനുഷ്ഠാനങ്ങൾ? നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. നല്ല കാര്യങ്ങൾ ഒരിക്കലും മാറ്റി വയ്ക്കാൻ പാടില്ല. ചീത്ത കാര്യങ്ങളോ അത് അനുഷ്ഠിക്കേണ്ടതാണോ? അത് അനുഷ്ഠിക്കേണ്ടതല്ല, പരമാവധി ഒഴിവാക്കുക. ഒഴിവാക്കാൻ പറ്റുമോ? ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? ചെയ്യേണ്ടി വരില്ലേ? ചെയ്യേണ്ടി വരും. പക്ഷേ എനിക്കൊരാളെ ഞാൻ അയാൾക്ക് കാണിച്ചു തരാം, അയാളെ ഞാൻ 4 വാക്ക് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുക. അപ്പം എനിക്ക് അത് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം എന്ന് ആലോചിക്കാൻ അപ്പം സമയമല്ല, വൈകാരികമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അത് നാളേക്ക് മാറ്റി വയ്ക്കാം. മനസ്സിലായില്ല? ഇന്ന് ചെയ്യണം എന്ന് വിചാരിച്ച് നാളേക്ക് മാറ്റി വെച്ചാൽ എന്തുണ്ടാവും? നാളെ എനിക്ക് തോന്നും അത് വേണ്ടേ, ഒഴിവാക്കിയിട്ട്. അതേസമയത്ത് നല്ല കാര്യങ്ങളോ നാളേക്ക് മാറ്റി വെച്ചാൽ എന്തുണ്ടാവും? അത് മറ്റന്നാളേക്ക് പിന്നെയും മാറ്റി വയ്ക്കും. അതുകൊണ്ട് നല്ല കാര്യമാണെന്ന് ഉറപ്പുള്ള കാര്യം എന്ത് ചെയ്യണം? ഇപ്പോൾ ബ്രഹ്മസൂത്രം പഠിക്കുന്നത് ബ്രഹ്മസൂത്രം പഠിക്കുന്നത് മാറ്റി വയ്ക്കാൻ പറ്റുമോ? മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അത് പിന്നെ ആവാലോ വിചാരിച്ചാൽ എന്തുണ്ടാവും? പൊതുവേ ജനങ്ങൾ അങ്ങനെ ചെയ്യുക. നല്ല കാര്യമൊക്കെ എന്ത് ചെയ്യും? മാറ്റി വയ്ക്കും. ചീത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അപ്പോഴേക്കും വൈകാരികമായിട്ട് ചെയ്തു കൂട്ടും. അപ്പോൾ അത് ആ സംസ്കാര രൂഢമൂലമാവും. അതുകൊണ്ട് നല്ലതാണെന്ന് ഉറപ്പുള്ള കാര്യം എന്ത് വേണം? ഉടനെ ചെയ്തോളാം. നാളെ ചെയ്യാൻ തോന്നിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾക്ക് ഒരു സേവനം ചെയ്യണം, സഹായം ചെയ്യണം വിചാരിക്കും. ആ സഹായം ചെയ്യണത് എപ്പോൾ ചെയ്യണം? എപ്പോഴാണോ തോന്നണത് അപ്പം ചെയ്യണം. ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഞാനായിട്ട് ഇപ്പോൾ എന്താ ചെയ്യും, വേറെ എത്ര ആളുണ്ട് അയാൾക്ക് ചെയ്യാം, ആലോചിച്ചാൽ പിന്നെ ചെയ്യും. അപ്പോൾ ആലോചിക്കാൻ അവസരം കൊടുക്കരുത്. അത് ചീത്ത കാര്യങ്ങളാണെങ്കിൽ 10 പ്രാവശ്യം ആലോചിച്ചിട്ടേ ചെയ്യാവൂ. അതിന് കുറച്ച് സമയം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആലോചിച്ചിട്ട് അതിനെക്കൊണ്ട് എന്ത് പ്രയോജനമുള്ളത് എന്ന് ആലോചിച്ച് അത് വേണ്ടാക്കി. ഇത് വളരെ ചെയ്യേണ്ടതാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു പോയിൻ്റാണത്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. അതുകൊണ്ട് അനുഷ്ഠാന രൂപത്തിലുള്ള കർമ്മം കൊണ്ട് നേടാവുന്ന ഫലങ്ങളിൽ നല്ലത് എപ്പോഴും ഉടനെ ചെയ്യാം. നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം എന്നൊരു ചൊല്ലുണ്ട്. നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ചെയ്യാം. നല്ലതല്ലാത്തതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാൻ ഇങ്ങനെ ഉള്ളുന്ന് ഇങ്ങനെ വിങ്ങൽ വരും. കാണിച്ചു കൊടുക്കാം, എന്നോട് അങ്ങനെ ചെയ്തതാണ്, അത് പിന്നെയും മാറ്റി വയ്ക്കാം.
അതൊരിക്കലും മാറുന്നില്ല. അത് പിന്നെ എന്ത് ചെയ്തു, പിന്നെ ആവർത്തിക്കുകയാണ്. തെറ്റിപ്പോൾ ഞാൻ ചെയ്താലും മറ്റൊരാൾ ചെയ്താലും, ഒരാൾ എന്നോട് തെറ്റ് ചെയ്തു, ഞാൻ അയാളോട് തെറ്റ് ചെയ്ത് എന്തായി? ഇതൊരിക്കലും നിൽക്കാൻ പോകണില്ല. മറിച്ച് എന്താ, ആലോചിക്കാൻ ഇത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടായി? അത് ചെയ്യാതാവും. എന്ത് പ്രയോജനം? ഈ കാര്യകാര്യ വിവേചനമാണ് ബുദ്ധി. അപ്പോൾ നേരത്തെ പറഞ്ഞ ധീരൻ എന്നുള്ള ശബ്ദത്തിൽ നിന്നാണ് ഇതൊക്കെ വന്നത് കേട്ടോ. ധീരന്മാരുടെ പണി അങ്ങനെയാണ്. അങ്ങനെയാണ് അവർ ബുദ്ധിമാന്മാരായത്. അങ്ങനെ കുറച്ച് കാലം അവർ ശീലിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നല്ലതേ വരുന്നേ. അവർ ജന്മന നല്ലവരായിട്ടൊന്നല്ല വന്നത്. പക്ഷെ അവരൊക്കെ ഇവിടെ നിന്ന് ഈ അഭ്യാസം കൊണ്ട് അങ്ങനെ നേടിയതാണ്. ഒരാളും ആകാശത്ത് പൊട്ടി വീണതൊന്നുമല്ല, ഒരാളും ഹരിചന്ദ്രനായിട്ടൊന്നല്ല ഇവിടെ ജനിക്കണത്. സർവ്വ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടില്ല. പക്ഷേ അവർ എന്ത് ചെയ്തു? ആചാര്യനിൽ നിന്ന് അല്ലെങ്കിൽ ഗുരു തത്വത്തിൽ നിന്ന് ഇങ്ങനത്തെ തത്വങ്ങളെ സ്വീകരിച്ച് നല്ല കാര്യങ്ങൾ ഉടനെ ചെയ്യാനും ചീത്ത കാര്യങ്ങൾ മാറ്റി വയ്ക്കാനും ഒക്കെ അവർ പഠിച്ചു. അങ്ങനെ വിചാരം ചെയ്ത് പഠിച്ചു. വിചാരം ചെയ്തിട്ട് തന്നെ ഒരാൾ എന്തൊരു കഷ്ടം നോക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസ്ത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വേദത്തിൽ തർക്കമില്ലാത്തൊരു വിഷയമുണ്ട്. അതെന്താ വെച്ചാൽ ഇന്ന വിചാരേണ അന്യസാധനയിന്ന്. അതെപ്പോഴും ഓർക്കേണ്ട ഒരു പോയിൻ്റാണ്. വിചാരമല്ലാത്ത മറ്റൊരു സാധനയും നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ പഠിക്കണമെന്നില്ല, ഇതൊക്കെ നമ്മളെ വിചാരത്തിലേക്ക് നയിക്കാനേ പറ്റുള്ളൂ. ഏത് വിചാരം? നല്ല കാര്യങ്ങൾ, ചീത്ത കാര്യങ്ങളും വിചാരം ചെയ്യാൻ കഴിയണം. ആലോചിച്ച് തീരുമാനം എടുക്കണം. അതിനാണ് പ്രാധാന്യം കൊടുത്തത്. അങ്ങനെ ആലോചിക്കാൻ, വിചാരം ചെയ്യാൻ കഴിവില്ലാത്തവൻ എത്ര പുസ്തകം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ആലോചനയിലേക്ക് ഈ വേണ്ട കാര്യാകാര്യ വിവേചനം ചെയ്യാനുള്ള കഴിവ് നേടാൻ ഈ പുസ്തകമൊക്കെ പറ്റും. നെല്ലും പതിനും വേർതിരിക്കാനുള്ള കഴിവ്, അത് മുഖ്യ ഘടകമാണ്. അതല്ലാത്ത ഒരു സാധനം കൊണ്ട് ലക്ഷ്യത്തിലെത്തണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അതിൻ്റെ അർത്ഥം? അപ്പം പിന്നെ ബാക്കിയുള്ളതൊക്കെ വെറുതെയാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? വെറുതെ ആണോ? അല്ല, അവിടെ എത്തിക്കാൻ അതൊക്കെ പറ്റും. വിചാരമില്ലാത്ത ഒരാൾക്ക് സർവ്വ പുസ്തകങ്ങളും പഠിച്ചിട്ടും കാര്യമില്ല. അയാൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം. ഒരു സഞ്ചരിക്കുന്ന ലൈബ്രറി പോലെ ഏതിനും ഉത്തരം ഉണ്ടാവും. അതെ അതെ. പക്ഷെ അയാൾക്ക് ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. യാതൊന്ന് ബ്രഹ്മത്തിന് തൂണ് പോലും എന്ന് പറഞ്ഞില്ലേ, തൂണിന് ഒരിക്കലും വളർച്ചയില്ല. തൂണിൻ്റെ മുകളിൽ, ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറി പോവാം മറ്റുള്ളവർക്ക്. ഈ മനുഷ്യൻ ശരിക്കും സസ്യബുക്കാണോ? മനുഷ്യൻ്റെ ഘടന അനുസരിച്ചാണ് സസ്യബുക്കാണ്. കാരണം നമ്മൾ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ വേദം പഠിപ്പിക്കുന്നത് ആരാ? ഈ പ്രകൃതിയാണ്. ഈ പ്രകൃതിക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ മിശ്ര ബുക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒന്ന്, മാംസാഹാരത്തെ ദഹിപ്പിക്കുന്ന സീക്കം എന്നുള്ളത് മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കുറച്ച് കാലം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മനുഷ്യന് അത് ഉണ്ടാവും, ദഹിപ്പിക്കാനുള്ള കഴിവുണ്ടാവും. അതന്നെ കൂടുതൽ കലോറി, ഊർജ്ജം പുറത്ത് ചിലവാക്കിയിട്ടാണ് നല്ലോണം വേവിച്ചാലേ കഴിക്കാൻ പറ്റുള്ളൂ. മാംസഭോജികളായ ജീവികൾ പച്ചയ്ക്ക് അതിനാണ്, നമുക്ക് പറ്റില്ല. പിന്നെ നമ്മൾ മാംസത്തിൽ ഏറ്റവും കൂടുതൽ മസാലേൻ്റെ രുചിയാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അല്ലാതെ മസാല ഇല്ലാത്തൊരു മാംസം നമ്മൾ കഴിക്കുന്നില്ല. നാവിന് വേണ്ടി തന്നെ അല്ല, എന്ന് ആദ്യം പോലെ ഭക്ഷണം കഴിച്ച് വരുന്നുണ്ടോ മനുഷ്യൻ? ആദ്യം തന്നെ കാട്ടുജീവികളായ സമയത്ത് അതേ കിട്ടുള്ളൂ. മറ്റൊന്നിനെ കൊന്നിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഈ ശരിക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മാംസാഹാരത്തിന് ഗുണമില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് മാംസാഹാരം. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. പക്ഷെ അതിലേറെ മനുഷ്യത്വത്തെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഗുണവും കൂടുതൽ ദോഷം കുറവുമുള്ള സാധനങ്ങൾ കഴിക്കണം എന്നാണ് വേദാന്തം നമ്മളോട് പറയുക. അപ്പോൾ ഇതിന് ഗുണമുണ്ട്, ഗുണമില്ല എന്ന് പറയാൻ പാടില്ല. പക്ഷേ ദോഷം കൂടുതലാണ്. എന്താ ദോഷം? വേണ്ട കാര്യാകാര്യ വിവേചന സാമർഥ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ആലോചിച്ച് കഴിഞ്ഞാൽ ദോഷമേ ഉള്ളൂ. പിന്നെ കോമ്പലുകളുണ്ട് മാംസഭോജികൾക്ക്. മാംസം കടിച്ച് കീറാൻ, അത് മനുഷ്യന് കാണാമല്ല. കോമ്പലുകളില്ല. പിന്നെ നഖങ്ങൾ മൂർച്ചയുള്ളതാണ്. ഒരു ജീവി നമ്മളെ മുന്നിൽ ഭക്ഷണം വരുമ്പോൾ നമ്മൾ നാളെ അവർക്ക് ഭക്ഷണമായിട്ട് പോകുന്ന ഒരു ജീവി രൂപത്തിലേക്ക് എത്തുന്ന അങ്ങനെയൊക്കെ വരാൻ സാധ്യതയല്ലേ? അതങ്ങനെ തന്നെയാണല്ലോ. എങ്ങനെയാവും? നമ്മളിപ്പോൾ എന്തായാലും ഒന്നിന് ഭക്ഷണം ആവുണ്ടല്ലോ. ഒന്നിൽ കൃമികീടങ്ങൾക്ക് അല്ലെങ്കിൽ അഗ്നിക്ക്. അല്ലപ്പോൾ ഈ കാട്ടിലൊക്കെ ഈ സിംഹമൊക്കെ ഓരോ മൃഗങ്ങളെ പിടിച്ച് അത് എക്കോസിസ്റ്റാണ്. ഒരു സിംഹം മറ്റൊരു ജീവിനെ കൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞാൽ എക്കോസിസ്റ്റാണ്. അത് അതിന് വിധിക്കപ്പെട്ടതാണ്. മനുഷ്യനതല്ലല്ലോ. മനുഷ്യന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ B12 എന്നുള്ളൊരു വൈറ്റമിൻ്റെ കുറവുണ്ട്, എനിക്കുണ്ട്. ഞാൻ അതിന് ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്. B12 മാംസം, അതും സസ്യബുക്കുകൾക്ക് വരുന്ന ഒരു ദോഷമാണ് B12ൻ്റെ ദോഷം. അപ്പോൾ ചില ദോഷങ്ങൾ അതൊക്കെ ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ മാറുന്ന പരിപാടിയുള്ളൂ. പക്ഷേ നമുക്ക്
മാംസം കഴിച്ചു കഴിഞ്ഞാൽ മാംസം തിന്നു കഴിഞ്ഞാൽ പ്രശ്നം തീരും. മാംസം തിന്നു കഴിഞ്ഞാൽ തീരും. പക്ഷെ അതേ സമയത്ത് വേറൊരു പ്രശ്നമുണ്ട്, വേറെ ചില ദോഷങ്ങൾ വരാനുണ്ട്. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് ഏറ്റവും നല്ലതാണെന്ന് പറയും. ഒരു ആൻറ്റിബയോട്ടിക് ഇപ്പോൾ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നത്, റേഡിയോയിലും ടി വിയിലും ചർച്ച ചെയ്യപ്പെടുന്ന, ഡോക്ടർമാർ ചർച്ച ചെയ്യുന്ന ആൻറ്റിബയോട്ടിക് കഴിക്കരുതെന്നാണ്. ഡോക്ടർമാർ എഴുതാതെ കഴിക്കരുതെന്നാണ് പറയുന്നത്. ഡോക്ടർമാർ എഴുതിയാൽ തന്നെ അത് ഒരാൾക്ക് തന്നത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ്. അത് ഭൂമിയിലിടരുത് എന്നാണ് പറഞ്ഞത്. അത് നശിച്ചു, വേറെ ദോഷങ്ങൾ വരുന്നുണ്ട്. ഇത്രയും മാരകമായൊരു സാധനമാണ് നമുക്ക് കുത്തിക്കയറുന്നത്. അപ്പോൾ ഏതിനും ഒരു ദോഷം. കൊറോണയ്ക്ക് ശേഷം തന്നെ ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞില്ലേ അതെ ദോഷമാണ്. പക്ഷെ വലിയൊരു ദോഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ചെറിയൊരു ദോഷം ഉപയോഗിച്ചു. അതെല്ലാറ്റിലും ഉണ്ട് ആ ദോഷം. പക്ഷെ വലിയ ദോഷവും ചെറിയ ഗുണമായാൽ അതാണ് മാംസാഹാരത്തിൻ്റെ. പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏതാ? കൊല്ലുന്നവനില്ല ശരണ്യത മറ്റെല്ലാവിധ നന്മയുമാർന്നിടിലും തിന്നാവൃതം ഉത്തമമാണ്, അതിലും ഉത്തമമാണ് കൊല്ലാവൃതം. അല്ല, തിന്നാതിരിക്കുന്നത്. കൊല്ലാവ്രതം അല്ല, കൊല്ലാവ്രതത്തിലേറെ ഉത്തമമാണ് തിന്നാവ്രതം. എന്തുകൊണ്ട്? തിന്നുന്നത് കൊണ്ട് കൊല്ലുന്നു. കൊല്ലുന്നതിൻ്റെ പാവമുണ്ട്, തിന്നുന്നതിൻ്റെ പാവമുണ്ട്. തിന്നുന്നത് കൊണ്ടാണ് അവൻ കൊല്ലണത്. അപ്പോൾ എന്തായി? അപ്പോൾ തിന്നുന്നവന് കൊല്ലുന്നതിൻ്റെ പാവമുണ്ട്, തിന്നുന്നതിൻ്റെ പാവമുണ്ട്. അതുകൊണ്ട് ഉത്തമമായിട്ടുള്ളത് കൊല്ലാവ്രതമാണ്, തിന്നാവ്രതമാണ്. അത് നമ്മളൊക്കെ തിന്നുന്നതുകൊണ്ടാണല്ലോ ഒരു കൊല്ലേണ്ടി വരുന്നത്. ധർമ്മവ്യാധന ആരായിരുന്നു? ഇറച്ചി വെട്ടുകാരനായിരുന്നു. പോത്തിനെയാണ് അത്ര നല്ലോണം വെട്ടിയത് ധർമ്മവ്യാധൻ. അതിൽ ആണ്. പക്ഷെ അയാൾക്ക് വേറൊരു വഴിയില്ല കർമ്മം ചെയ്യുന്നത്. ഇവിടെ തിന്നുന്ന ആൾക്കാരുള്ള കാലത്തോളം അയാൾക്ക് ജോലി നടക്കും. അപ്പോൾ അയാളെക്കാട്ടിലും ദോഷായിരുന്നു തിന്നുന്ന ആൾക്കാർക്കല്ലേ. അപ്പോൾ ധാർമ്മികമായിട്ട് അത് ശരിയാണ്. ഇവിടെ ധർമ്മവും അധർമ്മവും ഉപരി എത്തിയ ആളാണ് മോക്ഷത്തിലേക്ക് പോണത്. മനസ്സിലായില്ല? മറ്റേ ധാർമ്മികമായ വശം നോക്കിക്കഴിഞ്ഞാൽ തിന്നുന്നതിനെക്കാട്ടിലും കൊല്ലുന്നതിനെക്കാട്ടിലും ഉത്തമമാണ് തിന്നുന്നത്. അത് ധർമ്മ വിഷയം. ഇവിടെ ധർമ്മത്തിനും ഉപരിയാണ് ഇത് നമ്മളെ തലം. അത് വിചാരം ചെയ്യുന്നവനെ മനസ്സിലാവുള്ളൂ. ഏത്? ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, എനിക്ക് ആവശ്യമില്ലാതെ തന്നെ എനിക്ക് ജീവിക്കാമല്ലോ. മറ്റു ജീവികൾക്ക് അത് പറ്റില്ലല്ലോ, അവർക്ക് വിധിക്കപ്പെട്ടത് അതല്ലേ. ഇനി വേറൊരു കാര്യം, പ്രകാശ സംശ്ലേഷണം വഴിയാണ് സൂര്യപ്രകാശത്തിനുള്ള ഊർജം സസ്യങ്ങൾ സ്വീകരിക്കുന്നത്. ആ സസ്യങ്ങൾ സ്വീകരിക്കുന്ന ഊർജത്തെ ആണ് മാംസഭോജികൾ കഴിക്കുന്നത്. അതിനെയാണ് നമ്മൾ തിന്നുന്നത്. അപ്പോൾ ആവശ്യത്തിനല്ല നമ്മൾ കഴിക്കുന്നത്, നാവിന് വേണ്ടി മാത്രമാണ്.